ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ കടലയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കടലക്കറിയാണ് വെക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മാവൊക്കെ അരച്ചു വെച്ചു. ഇന്നലെ രാത്രി ആയിട്ട് ഒരുപാട് ലേറ്റ് ആയി മാവൊക്കെ അരയ്ക്കാൻ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ചു വെച്ചു. പിന്നെ രാവിലെ തന്നെ കടലയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലിക്ക് കടലക്കറിയാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സവാളയൊക്കെ ഞാൻ അരിയാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തത് പെട്ടെന്ന്. അപ്പം ഞാനിതാ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. പിന്നെ രാവിലെ മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അയില 1 കിലോ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഉച്ചയ്ക്ക് നമുക്ക് വറുക്കാം. പിന്നെ കറി മോരുകൂട്ടാൻ വെക്കണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മോള്. ഇന്ന് മോരുകൂട്ടാനാണ്. അപ്പം നമുക്ക് ഈ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ഇടാം. ഇനി ഒരു പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇടാം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് തരാം. അപ്പം ഞാൻ സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് ഞാൻ അന്ന് വെച്ചില്ലേ കടലക്കറി, അതേപോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് തേങ്ങയും ഇതൊന്നും കുറച്ചെടുക്കണം കേട്ടോ. ഇതൊന്നൊരു പകുതി മുക്കാലും എടുക്കുക. പിന്നെ തേങ്ങയും എടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് ചാറിൽ ഒഴിക്കുക. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് നന്നായി വഴറ്റിയിട്ട് ഉപ്പും മുളകും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ വഴറ്റി വെച്ചതിന് ഞാൻ കുറച്ചെടുത്ത് അരച്ചു കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ ഈ വഴറ്റി വെച്ചില്ലേ സവാള, അതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ കടലയും കൂടിയിട്ട് ഇതുപോലെ ചാറ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ വെച്ചു. അപ്പോൾ രാവിലേക്കും ഉച്ചയ്ക്കും ആയല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന വൈകുന്നേരത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി. പിന്നെ നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവാണ് കേട്ടോ. ഞാൻ അതൊരു 4 ദിവസത്തേക്കാണ് അരച്ചത്. അതാണ് വലിയ പാത്രത്തിലിട്ടോ നിറയുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം. അപ്പം ഇനി നമുക്ക് ഇഡ്ഡലി ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് വേവട്ടെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി. ഇനി മോൾക്കൊന്നും എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. കടലക്കറിയും വെച്ചിട്ടുണ്ട്. കടലക്കറിയും ഇഡ്ഡലിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ചട്നി വെക്കലൊക്കെ കുറവാണ്. ഏട്ടൻ വരുമ്പോൾ മാത്രമേ ചട്നിയൊക്കെ വെക്കാറുള്ളൂ. പിന്നെ മോള് കഴിക്കാൻ പോയി. പിന്നെ ഞാൻ മീൻ കഴുകാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ മീൻ 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ. അപ്പോൾ രാവിലെ നേരത്തെ വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1 കിലോ വാങ്ങിച്ചു. അപ്പോൾ അയില നല്ല അയിലയായിരുന്നു കേട്ടോ. അപ്പോൾ നേരെയാക്കാനൊക്കെ എളുപ്പമായിരുന്നു. 1 കിലോ ആയതുകൊണ്ട് തന്നെ കുറച്ചല്ലേ ഉള്ളൂ, ഒരു 6 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ മീനൊക്കെ വൃത്തിയായി കഴുകിയിട്ട് പിന്നെ ഞാൻ ഇതങ്ങനെ വരിഞ്ഞ് വെച്ചു കേട്ടോ, വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് വറുക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടികൾ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കിത് വറുക്കാം. അപ്പോൾ അത്രയും നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും പിന്നെ അതുപോലെ തന്നെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിച്ച ശേഷം പിന്നെ മീൻ വറുക്കണം. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഉഷാറില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ വോയിസ് ഇടുന്നത് ഇന്നാണ്. അപ്പോൾ ഇന്നലെ അത്ര ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മുഖമൊക്കെ എന്താ പോലെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മീനൊക്കെ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ 6 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വറുത്ത് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്.
അപ്പോൾ ഉച്ചയ്ക്ക് ചാറ് പിന്നെ ഞാൻ മോരൂട്ടാൻ വെച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു മൂഡ് ഓഫ് പോലെയായിരുന്നു. അപ്പോൾ ഇന്നലെ കറി പിന്നെ കടലക്കറി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പിന്നെ മോരൂട്ടാൻ വെച്ചില്ല. പിന്നെ കടലക്കറി ഉണ്ട്, മീൻ വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.